ഒരിക്കൽ ഒരു കഴുതയും കടുവയും നടന്നു പോവുകയായിരുന്നു. നല്ലൊരു സുഹൃത്തായതിനാൽ കടുവയ്ക്ക് കഴുതയെ ഉപദ്രവിക്കുന്നത് സങ്കല്പിക്കാൻ പോലും പറ്റില്ലായിരുന്നു. മണ്ടനായ കഴുതയെ കടുവ സഹിക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ. അങ്ങനെ പോകവേ വിശാലമായ ഒരു പുൽത്തകിടി അവർ കണ്ടു. കടുവ പറഞ്ഞു, നീ ഇവിടെ നിന്ന് പുല്ലുമേയ, ഞാനും പോയി എന്തെങ്കിലും കഴിക്കട്ടെ. എന്ത് വെള്ള നീല നിറമാണല്ലേ ഈ പുല്ലിന്, കഴുത പറഞ്ഞു. നീലയോ? പച്ചയല്ലേ പുല്ലിന്റെ നിറം? അല്ല അല്ല നീല. അല്ല പച്ച. അല്ല നീല. തർക്കമൂത്തപ്പോൾ കഴുത പറഞ്ഞു, നമുക്ക് പോയി സിംഹത്തിനോട് ചോദിക്കാം, സിംഹം പറയട്ടെ പുല്ല് നീലയാണോ പച്ചയാണോ എന്ന്. കടുവ സമ്മതിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി സിംഹത്തിന്റെ അടുത്തേക്ക് പോയി. സിംഹം ഇരിക്കുന്ന സ്ഥലം എത്തിയപ്പോഴേ കഴുത ഉറക്കെ ചോദിച്ചു, രാജാവേ, ആ പുല്ല്, ആ കാണുന്ന പുല്ലില്ലേ, അത് നീല നിറമല്ലേ? അതെ, ആര് പറഞ്ഞു അല്ലെന്ന്? ഈ കടുവ പറയുന്നു അത് പച്ചയാണെന്ന്. കടുവ കള്ളം പറയുകയാണ്. അതിന് ശിക്ഷയായി 1 മാസം മൗനവ്രതം ഞാൻ കടുവയ്ക്ക് വിധിക്കുന്നു. പറഞ്ഞു, കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ പുല്ലിന്റെ നിറം നീലയാണെന്ന്. അയ്യേ, ചമ്മിപ്പോയി, ഞാൻ പോയി പുല്ലിനട്ടെ. കഴുത തുള്ളിച്ചാടി പുൽത്തകിടിയിലേക്ക് പോയി. കടുവ ചോദിച്ചു, അല്ലയോ സിംഹരാജാവേ, അങ്ങയുടെ ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങാം. പക്ഷെ പുല്ലിന്റെ നിറം പച്ചയാണെന്നും നീലയല്ലെന്നും അങ്ങയ്ക്കും അറിയില്ലേ? അറിയാമല്ലോ, പുല്ലിന്റെ നിറം പച്ച തന്നെ. പിന്നെ എന്തിനങ്ങ് കള്ളം പറഞ്ഞു എന്നെ ശിക്ഷിച്ചു? ഈ ശിക്ഷ തന്നത് പുല്ല് പച്ചയാണോ നീലയാണോ എന്ന് തർക്കവുമായി ബന്ധപ്പെട്ടേ അല്ല. നിന്നെപ്പോലെ സമർത്ഥനും ബുദ്ധിമാനുമായ ഒരാൾ ആ മരമണ്ടൻ കഴുതയോട് തർക്കിച്ചതിനും ആ തർക്കം എന്റെ അടുത്തേക്ക് കൊണ്ടുവന്നതിനുമാണ് ആ ശിക്ഷ. സിംഹം കൂട്ടിച്ചേർത്തു. ന്യായം നമ്മുടെ വശത്തായാൽ പോലും ഒരു മണ്ടനോട് തർക്കിക്കുന്നതും ആ തർക്കം ജയിക്കാൻ നോക്കുന്നതും ഏറ്റവും വലിയ സമയനഷ്ടം ഉണ്ടാക്കും. സത്യം എന്തായാലും അത് അറിയാനോ അംഗീകരിക്കാനോ ഒരു താല്പര്യമില്ലാതെ എന്റെ വിശ്വാസമാണ് ശരിയെന്ന് വാദിക്കാനും അത് തെളിയിക്കാനും ഏതറ്റം വരെ പോകാനും തയ്യാറുള്ള ഇത്തരം ഭ്രാന്തന്മാരോട് തർക്കിക്കരുത്. തെളിവുകൾ കൺമുന്നിൽ നിർത്തിയാലും അവർ കണ്ണടയ്ക്കും, ഇല്ലാത്ത തെളിവുകൾ നിരത്തും. സത്യമാണ്. കടുവ സിംഹത്തിനെ വണങ്ങി തിരികെ പോയി. മോറൽ ഓഫ് ദി സ്റ്റോറി: മണ്ടത്തരം വാ തുറക്കുമ്പോൾ സാമാന്യ ബുദ്ധി വാ അടയ്ക്കും എന്ന് കേട്ടിട്ടില്ലേ? ഈ വക ആൾക്കാർ നമ്മുടെ ചുറ്റിലുമുണ്ടാവും. എന്തിലും ഏതിലും തെറ്റിനെ ശരിയാക്കാൻ വാദിക്കുന്നവർ, ഈഗോ അന്ധരാക്കിയവർ. അവരോട് തർക്കിക്കാതിരിക്കുക, അവരെ ഒഴിവാക്കുക. കാരണം ഇത്തരക്കാരോടുള്ള തർക്കത്തിലെ ജയത്തെക്കാൾ എത്രയോ വലുതാണ് നിങ്ങളുടെ മനസ്സമാധാനം. ഞാൻ ഒന്നും കൂടി പറയാം, മണ്ടത്തരം വാ തുറക്കുമ്പോൾ സാമാന്യ ബുദ്ധി വാ അടയ്ക്കും.